അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുലിഖിതമാണിത്. ഈ വചനത്തിൻ്റെ സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈശോ ഗെത്സമേനയിൽ കഠിന വേദനയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഈശോ ചെയ്യുന്ന ഒരു കാര്യമാണിത്. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ധ്യാന ചിന്ത? പ്രിയപ്പെട്ടവരെ, ഇതിൽ മനോഹരമായ ഒരു ധ്യാന ചിന്തയുണ്ട്. നമുക്കെല്ലാം ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ധ്യാന ചിന്തയാണ്. ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യശക്തിക്കപ്പുറം ദൈവശക്തിയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് അതിനർത്ഥം. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ധ്യാന ചിന്തയുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക? ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, 2 വ്യക്തികളെടുത്ത് നമ്മൾ ഓരോ കല്ല് കൊടുത്തെന്ന് വിചാരിക്കുക. ആ 2 വ്യക്തികളോടും അവരുടെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലെടുത്ത് എറിയാനായിട്ട് നമ്മൾ പറയുകയാണ്. അങ്ങനെ ആദ്യത്തെ ആളെറിഞ്ഞു, അത് ഇത്ര ദൂരം പോയി. രണ്ടാമത്തെ ആളെറിഞ്ഞു, അതിനേക്കാൾ ദൂരത്തിൽ ആ കല്ല് പോയി. അപ്പോൾ ആർക്കാണ് ശക്തി കൂടുതൽ? ആദ്യം പറഞ്ഞ ആൾക്കാണോ രണ്ടാമതെറിഞ്ഞ ആൾക്കാണോ? രണ്ടാമതെറിഞ്ഞ ആൾക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആളുടെ കല്ല് കുറച്ച് ദൂരത്തേ പോയുള്ളൂ. രണ്ടാമതെറിഞ്ഞ ആളുടെ കല്ല് കുറച്ചും കൂടെ ദൂരത്തേക്ക് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതെറിഞ്ഞ ആൾക്ക് ആദ്യം എറിഞ്ഞ ആളെക്കാൾ ശക്തി കൂടുതലുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ അവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ആ രണ്ടാമതെറിഞ്ഞ മനുഷ്യൻ്റെ കല്ല് അത്രയധികം ദൂരത്തേക്ക് ചെന്ന് പതിക്കുമ്പോൾ അതിനർത്ഥം ആ കല്ലേറ് ദൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ്റെ ശക്തിയാണ്. അത്രമാത്രം ദൂരത്തേക്ക് കല്ല് പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ മനുഷ്യന് അത്രമാത്രം ശക്തിയുണ്ടെന്നാണ്. അപ്പോൾ കല്ലേറ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മനുഷ്യശക്തി അളക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്ലേറ് ദൂരം എന്ന് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈശോ ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി, ഒരു കല്ലേറ് ദൂരത്തിനപ്പുറത്തേക്ക് പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മനുഷ്യശക്തിക്കപ്പുറം ദൈവശക്തിയുടെ ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈശോ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു എന്നാണ് അതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ആ വരാൻ പോകുന്ന വലിയ പീഡകൾ ഈശോ മുന്നിൽ കണ്ടപ്പോൾ, അതായത് മുൾമുടി ധരിപ്പിക്കുന്നത്, കുരിശ് ചുമക്കുന്നത്, ഈശോ ആണികളാൽ തറയ്ക്കപ്പെടുന്നത്, കുരിശിൽ മരിക്കുന്നത്, ഇങ്ങനെയുള്ള അതിക്രൂരമായിട്ടുള്ള പീഡകൾ ഈശോ സഹിക്കേണ്ടി വരാൻ പോകുന്നു എന്ന് ഈശോ അറിഞ്ഞപ്പോൾ ഈശോ മനുഷ്യശക്തിയിൽ ആശ്രയിച്ചില്ല. ശിഷ്യന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തില്ല. ലോകത്തിലെ ഒരു സുഖങ്ങളിലേക്കും റിലാക്സ് ചെയ്യാൻ പോയില്ല. ലോകത്തിൻ്റെ ഒരു ശക്തിയിലേക്ക് പോയില്ല. മനുഷ്യരുടെ അടുക്കിലേക്ക് പോയില്ല. മറ്റാരുടെ അടുക്കിലേക്കും പോയില്ല. ഈശോയ്ക്ക് മനസ്സിലായി, ഇങ്ങനെ ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യശക്തിക്ക് അപ്പുറം ദൈവശക്തിയിൽ ആശ്രയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഈശോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഈശോയ്ക്ക് നന്നായിട്ട് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യശക്തിക്കപ്പുറം ദൈവശക്തിയുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ വേദനകൾ, വലിയ പ്രശ്നങ്ങൾ, വലിയ ദുരിതങ്ങളും ആകുലതകളും ഉത്കണ്ഠകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ ഒരു ശക്തിയുടെ അടുക്കിലേക്കും ആശ്വാസം കണ്ടെത്താനായിട്ട് പോകരുത്. ചിലരുണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആകുലതകളൊക്കെ വരുമ്പോൾ മദ്യപാനത്തിൽ ആശ്രയം കണ്ടെത്തി അതിലൊരു ആശ്വാസം നേടിയെടുക്കാനായിട്ട് പോകുന്നവരുണ്ട്. ചിലരുണ്ട് വേറെ പല ലൗകിക തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആശ്വാസം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട്. ചിലരുണ്ട് ഇത് മനുഷ്യരോട് പോയിട്ട് ഷെയർ ചെയ്ത്, ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മനുഷ്യരോട് പോയി ഷെയർ ചെയ്തിട്ട് ആശ്വാസം കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. മറ്റു ചിലരുണ്ട് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നവർ, ജീവിതം നശിപ്പിച്ച് ഇല്ലാതാക്കാനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറഞ്ഞു തരുന്ന വലിയൊരു ഉപദേശമുണ്ട്. നിനക്ക് താങ്ങാനാകാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ആദ്യം ഇറങ്ങിച്ചെല്ലേണ്ട തലം പ്രാർത്ഥനയുടെ, ദൈവശക്തിയുടെ ആ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ദൈവിക ശക്തിയിൽ ആശ്രയിക്കുക. അവിടെ മാത്രമേ നമുക്ക് ആ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം തിരുലിഖിതം ഇത് തന്നെയാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞു തരുന്ന ഈ കാര്യമാണ്. അതായത് നമുക്ക് വലിയൊരു ആശ്വാസം എപ്പോഴും കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവൻ വീണുപോകില്ല. ആ വ്യക്തി ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിക്കും. അതിനുള്ള ശക്തി കർത്താവ് ആ വ്യക്തിക്ക് കൊടുത്തിരിക്കും. പക്ഷേ തക്ക സമയത്ത് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ളൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ ഒരു ബോധ്യത്തിലൂടെ മാത്രമാണ് നമുക്കൊരു പുനർജീവൻ ലഭിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് വലിയ ശാന്തതയോടെ തമ്പുരാൻ്റെ മുൻപിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും, വലിയ ആകുലതകൾ, വലിയ വിഷമങ്ങൾ, രോഗത്തിൻ്റെ ഭാരങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഓർക്കുക, നമ്മുടെ വേദനകളും പ്രതിസന്ധികളിലും ആത്യന്തികമായിട്ടുള്ള ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് അത് കർത്താവിൽ നിന്ന് മാത്രമാണ്.
ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ്. നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ലോകത്തിൻ്റേതായിട്ടുള്ള തലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ആശ്വാസം കണ്ടെത്താനായിട്ട് പോകുന്ന നിമിഷങ്ങളുണ്ടായിരിക്കാം. ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അവയെല്ലാം ഓർത്ത് തമ്പുരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈ സമയം ഈശോ പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മാനുഷിക ബുദ്ധിയിൽ ആശ്രയിച്ചില്ല, മാനുഷിക ശക്തിയിൽ ആശ്രയിച്ചില്ല, മനുഷ്യരിൽ ആശ്രയിച്ചില്ല, ലോകത്തിൽ ആശ്രയിച്ചില്ല. പകരം അവനൊരു കല്ലേറ് ദൂരം മാറിപ്പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ശക്തിയിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് അതിനർത്ഥം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ വലിയ വേദനകളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളാണെങ്കിൽ, രോഗങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഭൗതിക അവസ്ഥകളിൽ ഒത്തിരി ഉത്കണ്ഠകൾ, ആകുലതകൾ അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. നീ മാനുഷിക ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവിക ശക്തിയിൽ കൂടുതൽ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ അതിശക്തമായിട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സൗഖ്യപ്പെടുത്തും. നിന്റെ പ്രശ്നങ്ങളിലും നിന്റെ പ്രതിസന്ധികളിലും കർത്താവ് നിനക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ആമേൻ. നമുക്ക് കർത്താവിൽ നിന്ന് ഒരു വലിയ ആശീർവാദം സ്വീകരിക്കാം.